നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് സീറ്റിൽ പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കാൻ CPI എന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയെ മത്സരിപ്പിക്കാനാണ് ധാരണ. സാമുദായിക ബന്ധങ്ങളും പൊതു സ്വീകാര്യതയുമുള്ള വ്യക്തിയെ തേടി നേതൃത്വം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ശ്രീ തിരുവനന്തപുരത്ത് വിവരങ്ങൾ. ശ്രീ, ഗുഡ് മോർണിംഗ്. മണ്ണാർക്കാട് 57 K കൃഷ്ണമേനോൻ CPI സ്ഥാനാർത്ഥിയെ ജയിച്ചു വന്ന മണ്ഡലമാണ്. അത് കഴിഞ്ഞ് CPIക്ക് ശക്തമായ വേരോട്ടം ഉണ്ടായിരുന്ന മണ്ഡലം കൂടിയാണ് മണ്ണാർക്കാട്. പലരും ജയിച്ചു. ഇപ്പോൾ ഒരു ന്യൂനപക്ഷ മോഹമായ സ്വതന്ത്രനെ തേടുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അവിടെ ഒരു മത്സരത്തിന് ഒരിക്കൽ കൂടി UDFന് അവസരം ഒരുക്കാതെ ഒരു മത്സരത്തിന് സ്കോപ്പ് കൂട്ടുന്നോ CPI? ശ്രീ ഹാഷ്മി, സ്മിത, ഗുഡ് മോർണിംഗ്. കൃഷ്ണമേനോൻ മുതൽ ജോസ് ബേബി വരെ CPIയെ പ്രതികരിച്ച് ജയിച്ച മണ്ഡലമായിരുന്നു മണ്ണാർക്കാട്. 2009 മണ്ഡല പുനർനിർണയത്തോടുകൂടിയാണ് മണ്ണാർക്കാട് മണ്ഡലത്തിൻ്റെ പഴയ സ്വഭാവം മാറി. അതൊരു പ്രത്യേക CPIക്ക് മേൽക്കൈ ലഭിക്കാത്ത തരത്തിൽ ഒരു മണ്ഡലമായി അത് മാറിയത്. അപ്പോൾ മണ്ണാർക്കാട് മണ്ഡലത്തിൻ്റെ പുതിയ ഘടന അനുസരിച്ച് പാർട്ടി സ്ഥാനാർത്ഥി മത്സരിച്ചാൽ അവിടെ വിജയിക്കില്ല എന്നൊരു വിലയിരുത്തലാണ് ഇപ്പോൾ CPI നേതൃത്വമുള്ളത്. തുടർച്ചയായി മണ്ണാർക്കാട് മണ്ഡലത്തിൽ CPI സ്ഥാനാർത്ഥി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഒരു പൊതു സ്വതന്ത്രനെ പരീക്ഷിക്കാനുള്ള ആലോചന CPI സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ തുടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതു സ്വതന്ത്രനെ തേടിയുള്ള അന്വേഷണം CPI ആരംഭിച്ചു. സാമുദായിക മേഖലകളിൽ ബന്ധമുള്ളയാളും പൊതു സ്വീകാര്യതയുമുള്ള ഒരു വ്യക്തിയാണ് അവിടെ സ്ഥാനാർത്ഥിയായി അണിനിരത്താൻ CPI ആലോചിക്കുന്നത്. പ്രത്യേകിച്ചും അവിടെ മുസ്ലിം വിഭാഗത്തിന് കാര്യമായ മേധാവിത്വമുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ സുന്നി സംഘടനകളിൽപ്പെട്ട അവരുമായൊക്കെ നല്ല ബന്ധമുള്ള ഒരാളെയാണ് അവിടെ സ്ഥാനാർത്ഥിയായി ആലോചിക്കുന്നത്. അങ്ങനെ തുടർച്ചയായി പരാജയപ്പെടുന്ന സ്ഥലത്ത് UDFന് ശക്തമായ വെല്ലുവിളി ഉയർത്തുന്ന ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സ്വതന്ത്ര പരീക്ഷണത്തിന് CPI ഒരുങ്ങുന്നത്. എന്തായാലും സ്വതന്ത്രനെ പരീക്ഷിക്കാനുള്ള ധാരണ ഏതാണ്ട് ആയിക്കഴിഞ്ഞു. ഇനി ആരാണ് സ്വതന്ത്രൻ എന്ന കാര്യത്തിൽ മാത്രമാണ് ഒരു വ്യക്തത വരാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.